ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ നിയമപ്രകാരം വരുണിന്റെ ഭാര്യ. നാണമില്ലാത്തവൾക്ക് പിടിച്ചു നിൽക്കാൻ അത് മതിയാവും. പക്ഷേ അത് ഞങ്ങളുകൂടി അംഗീകരിക്കണ്ടേ? പ്രശ്നങ്ങൾ ഒതുങ്ങിയാ ഞാൻ അയാളും കൂടി ഒരു യാത്ര പോകും. ഞങ്ങളുടെ കൂടെ മുത്തശ്ശി ഉണ്ടാവും. അതൊന്നും വേണ്ട. മുത്തശ്ശിക്ക് ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ തന്നെ ധാരാളാ. എന്തായാലും നിന്റെ മനസ്സൊന്ന് തെളിഞ്ഞല്ലോ. സന്തോഷത്തോടെയുള്ള നിന്റെ സംസാരം കേൾക്കാൻ എന്ത് രസാന്നറിയൂ. മോനെ, പ്രിയങ്ക ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അവള് കണിമംഗലത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നീ ഫോൺ വെച്ചോ. അവിടെ നടന്നതിന്റെ ബാക്കി അവക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കട്ടെ. ശരി മുത്തശ്ശി. ദേവനാരായണൻ തിരുമേനി ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ? സ്വന്തം അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ നീ ഇത്രയും തിടുക്കപ്പെട്ട ആശുപത്രി പോയത്? അതുകൊണ്ടാ ചോദിച്ചത്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വരുണും രാധികയും തമ്മിലേ ഒന്നിക്കാൻ പോവുക. അതും നിന്റെ അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹത്തോടെ. അപ്പോ കണിമംഗലത്ത് നിനക്ക് എന്താ സ്ഥാനം? ഞാൻ നിയമപ്രകാരം വരുണിന്റെ ഭാര്യ. നാണമില്ലാത്തവൾക്ക് പിടിച്ചു നിൽക്കാൻ അത് മതിയാവും. പക്ഷേ അത് ഞങ്ങളുകൂടി അംഗീകരിക്കണ്ടേ? വീട്ടിനകത്ത് കയറുന്നത് നിന്റെ സാധനങ്ങൾ എടുക്കാൻ. അത് കഴിഞ്ഞാലേ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. കേട്ടില്ലേ പറഞ്ഞത്? എന്താ അമ്മേ, എന്താ മോളോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? ആദ്യമൊക്കെ വരുൺ മാത്രം എന്നെ ദ്രോഹിക്കാറുള്ളായിരുന്നു. ദേ ഇപ്പൊ മുത്തശ്ശിയും തുടങ്ങിയിരിക്കാം അമ്മേ. ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എന്റെ ഭർത്താവിനെ സ്നേഹിച്ചതോ? വരുൺ എന്നെ അവഗണിച്ചിട്ടും ഞാൻ വരുണിന് വേണ്ടി കാത്തിരിക്കുന്നതോ? അയ്യോ, എന്തൊരു നിഷ്കളങ്കത അവളുടെ മുഖത്ത്. പത്മിനി, അഭിനയത്തിന് സമ്മാനം വല്ലതും ഉണ്ടെങ്കിലേ എടുത്ത് അവളുടെ കയ്യിലോട്ട് വെച്ചു കൊടുക്ക. പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമയിൽ അഭിനയിക്കാൻ നടന്നതല്ലേ, എല്ലാ ഭാവവും വരും. അമ്മയും വരുണിനെ പോലെ തുടങ്ങുകയാണോ? അമ്മ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. പത്മിനി, നാഗത്തറയിൽ പോയി നാഗത്തമാരെ കുമ്പിടുമ്പോ അത് ദൈവമാണ്. നമുക്ക് തൊഴുതിട്ട് വരാം. പക്ഷേ വിഷമുള്ള ഒരു പാമ്പ് വീട്ടിനകത്തോട്ട് കയറിയ നമ്മൾ എന്താ ചെയ്യാ? തൊഴുതു നിക്കോ അതോ തല്ലിക്കൊല്ലൂ? ഇവളൊരു വിഷപ്പാമ്പാ. അടുത്തു കൂടുന്നവരെയൊക്കെ വിഷം തീണ്ടും. പത്മിനിക്കത് ബോധ്യമായിട്ടില്ല. എന്താണ് എടുത്തി പാമ്പിന്റെയും നാഗത്തറയുടെയൊക്കെ കണക്കൊക്കെ? ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായി ഉർവശി കേട്ടു എന്ന് എനിക്ക് നല്ലോണം അറിയാം. ആ, കേട്ടെങ്കിലെന്താ? സത്യം പറഞ്ഞാലേ അമ്മ വെറുതെ നാണം കെടുക. വരുൺ ഭാര്യയുടെ ചേച്ചിയെ രണ്ടാം ഭാര്യയെ പോലെ കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നാട്ടുകാര് കാറി തുപ്പും. അതിന് കൂട്ടുനിൽക്കുന്നത് അമ്മയാണെന്നെങ്ങനെ പറഞ്ഞാലേ ചിലപ്പോ അമ്മയ്ക്ക് പെരുവഴിയിൽ ഇറങ്ങാൻ പോലും പറ്റത്തില്ല. ഹോ, എന്റെ മക്കൾ എന്നെ സ്നേഹിച്ചു കൊല്ലുകയാണല്ലോ.
അങ്ങനെ ആളുകൾ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെയാണെങ്കിൽ എനിക്ക് ഇറങ്ങണ്ട. പിന്നെ വരുണിന്റെ രണ്ടാം ഭാര്യ എന്ന പ്രയോഗം അതങ്ങ് തിരുത്തിക്കോ. അവന് ഒരു ഭാര്യയേ ഉള്ളൂ, അത് രാധികയാ. അവൻ താലി കെട്ടിയ പെണ്ണ്. നിങ്ങളൊക്കെ എങ്ങനെ സംരക്ഷിച്ചാലും അവൻ രാധികയും കൂട്ടി കണിമംഗലത്ത് തിരിച്ചെത്തുമ്പോ ഇവൾ ഇവിടുന്ന് പുറത്തായിരിക്കണം. അതാ സംഭവിക്കാൻ പോകുന്നേ. കണ്ടോ അമ്മേ, ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി വാശി പിടിക്കുന്നതിന് മുത്തശ്ശി എന്നെ കളിയാക്കും. പക്ഷെ മുത്തശ്ശി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാല്ലേ? മുത്തശ്ശി ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയൊന്നും പെട്ടെന്ന് എതിർക്കാൻ പറ്റില്ല. അത് ഈ കുടുംബത്തിന്റെ ഒരു രീതിയാ എന്ന് കരുതി മോള് പേടിക്കൊന്നും വേണ്ട. അമ്മയും ചെറിയമ്മയൊക്കെ മോളുടെ കൂടെ ഉണ്ടല്ലോ. പ്രിയങ്ക ധൈര്യമായിട്ടിരുന്നോ. ഇവിടെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിന്നെ അങ്ങ് പടിയിറക്കിയിട്ട് രാധികയെ തിരിച്ച് കണിമംഗലത്തേക്ക് കയറ്റാൻ ഇതെന്താ വെള്ളരിക്കാ പട്ടണോ? എതിർക്കേണ്ട കാര്യങ്ങള് എങ്ങനെ എതിർത്ത് തോൽപ്പിക്കണമെന്നേ എനിക്കും ഏട്ടത്തേക്ക് നന്നായിട്ടറിയാം. ഒന്ന് വിളിച്ചു നോക്ക്. ദേവേട്ടാ, ദേവേട്ടാ, അച്ഛാ, അച്ഛാ, ഒന്ന് കണ്ണു തുറക്കച്ച. ദേവേട്ടാ,